നമ്മൾ പോകുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്വഞ്ചറസ് പാർക്ക് ആയിട്ടുള്ള കാരാപ്പുഴ അഡ്വഞ്ചറസ് പാർക്കിലോട്ടാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 7 to 8 റൈഡ്സ് വരുന്നുണ്ട്. നമ്മളിവിടെ എത്തിയപാട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരളാസ് ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ആട്ടോ. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ ഒരു കാരാപ്പുഴ ഡാമിന്റെ എൻറ്റയർ വിഷ്വൽസ് നമുക്ക് ഇതിമ കയറിയാൽ കാണാൻ പറ്റും. കാരാപ്പുഴ ഡാമിന്റെ മുകളിലൂടെ പറക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത് സ്പേസ് ടവർ ആണ്. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ റൈഡ്സിലും നമുക്ക് കയറിയാൽ നമുക്ക് മുകളിൽ ഇരുന്നുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും. സ്പേസ് ടവർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറിയത് ഫ്ലൈയിങ് ചെയറിലാണ്. അത് കഴിഞ്ഞിട്ട് സൗത്ത് ഇന്ത്യസ് വൺ ആൻഡ് ഓൺലി ട്വിസ്റ്റർ ഉണ്ടായിരുന്നു, അതിലും കൂടെ കയറി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ കയറാൻ കാരാപ്പുഴ ഡാമിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റൈഡിലാണ്. അതെ, നമ്മളിപ്പോ കയറാൻ പോകുന്നത് സൗത്ത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ജയന്റ് സ്വിങ്ങിലാണ്. 85 ഫീറ്റോളം ഉയരം വരുന്ന ഒരു ഊഞ്ഞാലാണിത്. കേട്ടില്ലേ, അത് തന്നെ സംഭവം. ഒന്ന് മരിച്ച് ജീവിച്ച ഫീൽ ആയിരിക്കും കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് വരുന്നവര് എന്തായാലും ഇതിൽ കയറാതെ പോകരുത്. ഇതുകൂടാതെ ഇവിടെ വിയാ സോൺ ഉണ്ട്, ഫ്ലൈയിങ് സിനിമ ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു പാർക്ക് ഉണ്ട്, ഒന്നിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു പാർക്ക് ഉണ്ട്. ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ്. നിങ്ങൾ അടുത്ത ട്രിപ്പ് ഇങ്ങോട്ടുണ്ടാക്കിക്കോളി. ലൊക്കേഷൻ മറക്കണ്ട, വയനാട് കാരാപ്പുഴ പാർക്ക്.